ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിസാൻ്റെ മാഗ്നറ്റ് സെക്കൻഡ് വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻറ്റിന് എക്സൽ എന്നാണ് പറയുന്നത്. എക്സൽ വേരിയൻറ്റിൻ്റെ നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസിലാണ് വരുന്നത്. ഒരു AMT ഗിയർ ബോക്സും ഒരു മാനുവൽ ഗിയർ ബോക്സും. ആദ്യം നമുക്ക് അതിൻ്റെ പ്രൈസ് പറയാം. AMT ഗിയർ ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 8,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇതിനകത്ത് ഈ മാസം ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ മാനുവൽ വേരിയൻറ്റിന് നമുക്ക് വരുന്ന പ്രൈസ് 8,42,700 രൂപയാണ്. അതിനകത്ത് ഈ മാസം നമുക്ക് ഫെബ്രുവരി മാസം ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 റുപ്പീസിൻ്റെ ആക്സസറീസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ആക്സസറി ആയിട്ട് എടുക്കാം, അതല്ലെങ്കിൽ വണ്ടിയുടെ പ്രൈസിനകത്ത് 10,000 പ്രൈസ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് തരും. ആ രീതിയിൽ ഒരു 10,000 ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 30,000 രൂപ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു 10,000 രൂപ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അല്ലെങ്കിൽ NRI അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു 10,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും കൂടെ ഈ ഒരു മാസം അവർ കൊടുക്കുന്നുണ്ട്. നിസാൻ മാഗ്നറ്റിൻ്റെ സെക്കൻഡ് ബേസ് വേരിയൻറ്റ് എക്സൽ എന്ന് പറയുന്ന മോഡലിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമിയം ഒരു ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് DRLO കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല ഈ വേരിയൻറ്റിൻ്റെ അകത്ത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തൊരു ക്രോം ലൈൻ, ഒരു ക്രോം ഡിസൈൻ അതിനകത്തുണ്ട്. അത് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തോന്നും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിസൈനും കാര്യമല്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ അവർ ചെയ്തിരിക്കുന്നത്. ഫോഗ് ലാംപ്സോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിനകത്ത് ബ്ലാക്ക് കളറിലാണ് വരുന്നതെങ്കിൽ ഇതിനകത്ത് ഒരു ബ്രഷ്ഡ് അലുമിനിയം എന്ന കളറിലാണ് നമുക്ക് സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് മെയിനായിട്ട് ഈ നിസാൻ മാഗ്നറ്റിൻ്റെ എക്സൽ വേരിയൻറ്റിനകത്ത് സെക്കൻഡ് ബേസ് വേരിയൻറ്റിനകത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് പറയാനുള്ളത്. ഇനി വശങ്ങളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ എക്സൽ വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു 1000 cc അല്ലെ ഒരു 1 ലിറ്റർ എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. ഒരു 71 bhp അതേപോലെ തന്നെ ഒരു 96 Nm ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിസാൻ മാഗ്നറ്റിൻ്റെ എക്സൽ വേരിയൻറ്റിനകത്ത് നമ്മൾ വശങ്ങളിൽ നിന്ന് നോക്കുമ്പം ആദ്യം തന്നെ പറയേണ്ടത് 16 ഇഞ്ച് ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ വേരിയൻറ്റിനകത്തും എന്ന് വെച്ചാൽ ബേസ് മോഡലിൽ തൊട്ട് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് വരെ 16 ഇഞ്ച് വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അലോയ് വീൽസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ അല്ല. വീൽ കവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു അലോയ് വീലാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു വീൽ കവറാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഈ സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ക്ലാഡിങ് ഇത് അത്യാവശ്യം ഒരു SUV സ്റ്റാൻഡ് കൊടുക്കാനും ആ ഒരു SUV ഒരു ഫീല് കിട്ടാനും കുറച്ചും കൂടെ വണ്ടീനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഭാഗത്ത് ഒരു മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതേപോലെ മിററിനകത്താണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി കളേർഡ് ആയിട്ടാണ് ഇതിൻ്റെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഈ റൂഫ് റെയിൽ അവൈലബിൾ ആണ്. ബാക്കിലെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വേരിയൻറ്റിനകത്തും നമുക്ക് വൈപ്പർ കാര്യങ്ങൾ, റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫോഗർ ലൈൻസ് എല്ലാ വേരിയൻറ്റിനകത്തും വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ സ്പോയിലർ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് മൗണ്ട് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിസാൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻറ്റ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വേരിയൻറ്റ് ഒരു AMT വേരിയൻ്റ് ആണ്. അപ്പോൾ ഗിയർ ഷിഫ്റ്റിൻ്റെ വേരിയൻറ്റ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. 336 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 60-40 സ്പ്ലിറ്റ് ആയിട്ടുള്ള സീറ്റോ കാര്യമൊന്നും അല്ല. ഇത് ഒരു ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുണ്ട്. ഹെഡ് റെസ്റ്റിനെ കുറിച്ച് നമുക്ക് വണ്ടിയുടെ അകത്ത് കയറിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് വണ്ടിക്കകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളെ കീ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കീ ഉള്ളത്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് വരുന്നുണ്ട്.
നമുക്ക് ഡോർ പാഡിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഒരു ഡുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടൊരു ബ്രഷ്ഡ് അലുമിനിയം ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആണ്. മിറർ കാര്യങ്ങളെല്ലാം ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കപ്പ് ഹോൾഡർ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഒരു മ്യൂസിക് സിസ്റ്റവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പീക്കേഴ്സൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ നിന്ന് തുടങ്ങാം. സ്റ്റിയറിങ്ങിനകത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഒരു കോൾ അറ്റൻഡ് ചെയ്യാനും മ്യൂട്ട് ആക്കാനുമുള്ള കൺട്രോൾ കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടിൽറ്റ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് വരുന്നത്. ഒരു 3.5 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം നമുക്ക് ഓൾറെഡി ഈ ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് ഇതിനകത്ത് നമുക്ക് ഈ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ റോട്ടറി സ്വിച്ച് കാര്യങ്ങൾ ഇതെല്ലാം ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നും. നമുക്ക് വണ്ടി ഓടിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അതേപോലെ നമുക്ക് ഡിഫോഗർ ലൈൻ, ബാക്കിൽ പറഞ്ഞ ഡിഫോഗർ ലൈൻസിൻ്റെ ആ ഒരു കൺട്രോൾ കാര്യങ്ങൾ, ഹസാർഡ് ലൈറ്റിൻ്റെ അതേപോലെ ലോക്കിൻ്റെ കൺട്രോൾ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു വേരിയൻറ്റിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഫോണ് കാര്യങ്ങൾ വെക്കാനൊക്കെ ഉള്ളത് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ വണ്ടി ഒരു AMT വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കപ്പ് ഹോൾഡർ, കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ വണ്ടിയുടെ സീറ്റ്സിനെ കുറിച്ചാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്തും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഡിസൈനിങ്ങും കാര്യം എല്ലാം കുറച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ലൈൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് എലമെൻറ്റ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വേരിയൻറ്റിനകത്ത് അവൈലബിൾ ആണ്. ഇനി ബാക്കിലും കൂടെ നമുക്കൊന്ന് നോക്കാം. റിയർ സൈഡിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ ഈ ഒരു സീറ്റ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നത് എൻ്റെ കംഫർട്ടിനാണ്. അപ്പോൾ എനിക്ക് 6.2 ഇഞ്ച് ഹൈറ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇരിക്കുമ്പോൾ ഇത്രയും ഗ്യാപ്പ് എനിക്കുണ്ട്. അത്യാവശ്യം ടൈറ്റ് സപ്പോർട്ടുണ്ട്. എന്നെക്കാളും കുറച്ചൊരു ഹൈറ്റ് കുറവുള്ള ഒരാളാണെങ്കിൽ സുഖമായിട്ടിരിക്കാൻ പറ്റും. അതേപോലെ ഒരു 3 പേർക്ക് നമുക്കിവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റും കാര്യവും എല്ലാം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റിൻ്റെ കാര്യം, ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലും റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയേണ്ടത് പ്രധാനമായ കാര്യം, ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് ഇതിപ്പം. ഓക്കെ, എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയും കാര്യമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റു വണ്ടികളുടെ ബേസ് വേരിയൻറ്റ് ഏത് വണ്ടിയുടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.